എടാ വിഷ്ണു, എൻ്റെ അടുത്ത് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജയറാമിൻ്റെ തറവാട് ഇവിടെ ഇവിടെ കണ്ടായിട്ടാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പെരുമ്പാവൂർ ജീവിതമൊക്കെ? ചേട്ടാ നമ്മുടെ ആടിനെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനായിട്ടൊരു പരിപാടിക്ക് പോകാനുള്ള പ്രശ്നം ഇതാ. അയ്യോ 10 പൈസ ഇല്ല. തിമ്മിങ്കലോ വിഷ്ണു, മീൻ മേടിച്ചാലോ? പൈസ ഇല്ല. എനിക്ക് കാളനെ കാണുമ്പോൾ എന്തെങ്കിലും സിനിമ ഓർമ്മ ഉണ്ടോ? രാജമാണിക്യത്തിൽ പോത്തറ അഴിച്ചിട്ട് പാടില്ല. എനിക്ക് എന്നോട് സർബത്ത് മേടിച്ചിട്ട് പറ്റത്തില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ എല്ലാ കാളകളും നല്ല സ്റ്റില്ലായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ നിന്ന് കയറുന്നുണ്ട് കേട്ടോ. അമ്പോ വിഷ്ണു, ഇതൊക്കെ കച്ചവടക്കാരാണ്. കർണാടകയിലേക്ക് പോകുന്നുണ്ട്. അടുപ്പിച്ചുള്ള വീടുകളുടെ അടുത്ത് അത് തന്നെ. ചേട്ടൻ എങ്ങനെ അറിയാം? അതെ, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ സൈലന്റ് ഏരിയ കേട്ടോ. അല്ലാതെ ഫുള്ള് മുടിവെട്ടുകൾ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മണിയായി 7 മണിക്ക് വരാന്ന് പറഞ്ഞ കൊടുത്തന ഇതുവരെയായിട്ടും വന്നിട്ടില്ല. യെസ്, ആ തെണ്ടി വന്നു ഗൈസ്. ആടാ അതേ തന്നെ എന്നെ പട്ടിപ്പോസാക്കി വന്ന് നടന്നു വരാൻ സ്ലോ മോഷനിലൂടെ കണ്ട വേമാടാ. അന്തമാനിൽ നിന്ന് ബംഗാളിലേക്ക് 14 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, എനിക്ക് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. ബാ ഓയാ ബ്രേക്കില്ല, പതുക്കെ പോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായിരിക്കുകയാണ് ബംഗാളില്. ആ തിരിച്ചു പോട്ടെ, അങ്ങടല്ല അതിൻ്റെ റിട്ടേൺ പോട്ടെ. എടാ വിഷ്ണു, എൻ്റെ അടുത്ത് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജയറാമിൻ്റെ തറവാട് ഇവിടെ ഇവിടെ കണ്ടായിട്ടാണ്. എവിടെയാന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ പറഞ്ഞ് ഇതാണോ തറവാട്? എന്നെ പറഞ്ഞ് പറ്റിച്ചാണോന്നറിയില്ല. ഐ ന്യൂയോർക്ക് ലെവലിലുള്ളത് റോഡുകളാണ് ഈ കാണുന്നത്. കേരളം എന്തൊരു മാറ്റം മാറിയിരിക്കുന്നില്ലേ. അങ്ങനെ നമ്മളത് പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ചകളിലെ അല്ലേ പെരുമ്പാവൂരിലെ ഒരു ലൈഫ് മലയാളികൾ അങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്നാലും ദിവസം നമുക്ക് പെരുമ്പാവൂരൊക്കെ ഒന്ന് ചുറ്റി കണ്ടേച്ചു വരാം. ഹേ പ്രഭു, ഇതിനകത്ത് ഫുള്ള് മുടിവെട്ടുകൾ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പെരുമാറ ചായേ സംഭവം ആ ബായി നമ്മൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല, പോലും മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലായെന്ന രീതിയിലൊക്കെ നിൽക്കണം, ശരിയാവില്ല. എത്രയാണോ? ബിസ്വലാസാ? അതെന്തുവാ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെരുമ്പാവൂർ സ്റ്റാൻഡ്. ഇങ്ങനെ ഇവരുടെ തുണികളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സ്റ്റിച്ചിങ് സെൻ്ററുകളുണ്ട്. ന്യായമായ വിലക്ക് തയ്ച്ചിരുന്നാണ് അവർ പറയുന്നത്. ആ ചോദിച്ചില്ല, അവർ പറയുന്നത് നല്ല വിലക്കുറവിൽ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കിട്ടും. ഓക്കെ ആഹേ. ആ എന്ത് പീസ്? വൈറ്റ് പീസ്. ഇവിടെ എന്തൊക്കെയോ വിൽക്കുന്നുണ്ട് ഗൈസ്. ഹലോ വിഷ്ണു, ഇവിടെ അഡ്രസ്സ് എടുക്കണ്ടോ? പിന്നെ ഇവിടെ വിലക്കുറവിൽ ഐറ്റം കിട്ടും കേട്ടോ. 10 രൂപയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് വീട്ടിൽ ഡ്രസ്സ് എനിക്ക് മേടിച്ചു തരുന്നു. അയ്യോ 10 പൈസ ഇല്ല. ഇനി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വന്നു നമ്മുടെ പെരുമ്പാവൂരിൻ്റെ. പെരുമ്പാവൂർ എന്തോരം ഭായിമാരുണ്ട്. അത്രയും തന്നെ മൊബൈൽ കടകൾ കുന്നുകുന്നായിട്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ റബ്ബറും കായ പൊട്ടിത്തെറിച്ച പോലെ മൊബൈൽ കടകളാണ്. ഇല്ല
ഈ മാർക്കറ്റിനെ പറ്റി അങ്ങനെ പ്രത്യേകം ഒന്നും പറയാനില്ല. അല്ല ഇവിടെ പോത്ത് ഫിഷ് മാർക്കറ്റ് പോത്തൊന്നുമില്ല, ഇല്ല, ആട് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു കാരണന്മാർ രണ്ടുപേരുണ്ട്, അവരും പറയും കേട്ടോ. ആളാ നമുക്ക് ഒരു ലോഡ് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ആടിന്റെ മാർക്കറ്റാണ്. ചേട്ടാ പറഞ്ഞോ, എങ്ങനെയുണ്ട് നമ്മുടെ പെരുമ്പാവൂർ ജീവിതമൊക്കെ? ഇവിടെ സുഖമാണ് ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ ഉണ്ട്. ഇത് ആടിന്റെ ഐറ്റംസ് മാത്രമാണ്. വീണ്ടും തന്നെ ഇടതുപക്ഷ സർക്കാർ എന്നുള്ള ആഗ്രഹക്കാരെ ഞങ്ങള്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ലാൽസലാം ചേട്ടാ നമ്മുടെ ആടിനെ തോട്ടിക്കൊണ്ടിരിക്കുന്നത്. തിമ്മിങ്കലോ പക്ഷെ മീൻ മേടിച്ചാലോ? പൈസ പെരുമ്പാവൂര് കാളച്ചന്തയാണ് എന്റെ പുറകിൽ. ഇവനല്ല, എന്റെ പുറകിൽ കാണുന്നത്. നല്ല രീതിയിലേ വിൽക്കുന്നുണ്ട്, പുറം പാർട്ടി വരുന്നുണ്ട്, ഇവിടെ പുറം ലോഡ് വരുന്നുണ്ട്. ഇവരൊക്കെ കച്ചവടക്കാരാണ്. തമിഴ്നാട്, കർണാടക, കർണാടകയിലേക്ക് പോകുന്നുണ്ട്. അത് ശരി. എല്ലാ ദിവസവും ചന്തയാണ് ഇവിടെ. എല്ലാ ദിവസവും ഞാൻ കേട്ടിട്ടുണ്ട് 4 മണി മുതൽ തുടങ്ങുന്നു. മെയിൻ ചന്ത പെരുമ്പാവൂര് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച വെളുപ്പിന് 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസവും എല്ലാവരും വരും, വ്യാപാരമുണ്ട്. അതുപോലെ ഇത് എപ്പോഴപ്പോ രാവിലെ തുറക്കുക? രാവിലെ ഒരു 6 മണിക്ക് തുറക്കും. 6 മണിക്ക് തുറക്കും. രാത്രി 10 മണി വരെ എല്ലാ വ്യാപാരികളും ഉണ്ടാവും. എല്ലാ കാര്യവും ഉണ്ടാവും. നിനക്ക് കാളനെ കാണുമ്പോൾ എന്തെങ്കിലും സിനിമ ഓർമ്മ ഉണ്ടോ? രാജമാണിക്ക് ഇത്ര പോത്തടാ. ഈ വെള്ളക്കാളയില്ലേ, ഇത് അവര് പറഞ്ഞത് അറക്കാനുള്ളതെന്ന് പറഞ്ഞു, അറത്ത് വിൽക്കുന്നത്. പക്ഷെ ബാക്കിയെല്ലാം അല്ലാതെ വിൽക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. നമുക്ക് നമ്മള് ഇവിടെ ഒന്ന് മേടിക്കേണ്ടവർ മേടിക്കാം, ഇഷ്ടംപോലുണ്ട്. ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ കാളയുടെ പേരെന്താ? വിഷ്ണു. എല്ലാ കാളകളും നല്ല സ്റ്റില്ലായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കാളൊക്കെ ജിമിട്ടൻ കാള. എൻ്റെ അമ്മയെ കാണുമ്പോൾ തന്നെ പേടിയാവും. വിഷ്ണു എന്നെ ടിക്കറ്റ് വെച്ച് പോലടാ. ഞങ്ങളെ സിഗ്നലിൽ വിട്ടിരിക്കട്ടോ. ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന മൂന്നാർ റൂട്ടിലാണ്. പെരുമ്പാവൂരിൽ നിന്ന് നേരെ മൂന്നാർ, വലത്തോട്ടാണെങ്കിൽ മൂവാറ്റുപുഴ, ഇടത്തോട്ടാണെങ്കിൽ അങ്കമാലി, തൃശ്ശൂർ ഏരിയ ഒക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് എന്നെ കൂട്ടാതെ വീഡിയോ എടുത്തിരിക്കണം, സമ്മതിക്കില്ല. ഇതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ്. ഇവൻ വന്നിട്ടില്ല ഇതുവരെ, ഇവൻ ഇത് ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നാ തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അകത്തേക്ക് കയറിയിട്ട് വരാം. ഇവിടെ ക്യാമറ ഉണ്ടോ? ഹായ്, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഏരിയ. ശരിക്കും ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടല്ലേ, നല്ലൊരു ഫീലിങ്സ് ഉണ്ട്, ഒരു തണുപ്പ്. ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഏരിയ ആണ്. ഭയങ്കര ഏറ്റവും അറ്റത്തായിട്ടാണ് അതിൻ്റെ അമ്പലം. നീ ഇവിടെ വന്നിട്ടുണ്ടോ? അറ്റത്തെ അമ്പലം എന്ന് എനിക്ക് മനസ്സിലായോ? പറയാലോ, ഇവിടുന്ന് വഴി തീരുമ്പോൾ അമ്പലത്തോട്ടായിരിക്കും. ഇങ്ങനെ ഏതോ പെങ്കച്ചിനോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. വെറുതെയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മുടെ മിനിനേട്ടന്റെ ചെരുപ്പാന്ന് തോന്നുന്നുണ്ട്. ഏതൊരു പെങ്കച്ചിനെ കൊണ്ട് അകത്ത് കയറിയിട്ടുണ്ട്. നമ്മളാരും പറയും നമ്മളിങ്ങോട്ട് വരികയായിരുന്നല്ലോ മിനിനേട്ടൻ വിചാരിച്ചത്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇല്ലാണ്ട് ചെരുപ്പൂട്ടിയുണ്ട്. ഓവർ ദാഹിച്ചിട്ട് പാടില്ല എനിക്ക്. ഇവനോട് സർബത്ത് മേടിച്ചിട്ട് അവനെ പറ്റത്തില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പൈസ ഇല്ല. കണ്ടാ ഇവൻ ഇങ്ങനെ പറയും. ഇവൻ അമ്പലം വേറെ ഫാമിലി ആണെങ്കിൽ ഈ ടൈമിൽ വരുന്നുണ്ട്. ഹായ്, ക്ലാസ് ഇല്ലേ മക്കളെ? ചാണ്ടിയുടെ മക്കളാ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ഇതാണ് ഇരിങ്ങോൾക്കാവ്. നമ്മുടെ കയറി വന്ന എൻട്രൻസിൽ തന്നെ പുൽക്കൂടൊക്കെ ഒരുക്കി നല്ല നൈസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെരുമ്പാവൂരിൻ്റെ തിരക്കേറിയ ജീവിതവും കണ്ടു, സൈലന്റ് ആയിട്ടുള്ള ജീവിതവും ഞാൻ കണ്ടു. എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ സൈലന്റ് ഏരിയ കേട്ടോ. നല്ലൊരു തണുപ്പും. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു കയറിയ എൻട്രൻസിൽ തന്നെ ചെറിയൊരു തണുപ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. പക്ഷെ ആ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡും വെയിലും എല്ലാം കൂടെ ഇതായി. പക്ഷെ ഇത് വേറെ ഫീൽ തന്നെ. അതെ, ഇത് ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ പെരുമ്പാവൂർ ഒരു നഗരത്തിൻ്റെ നടുക്ക് കറക്റ്റ് സെൻറ്ററിൽ ഒരു വലിയൊരു ഫോറസ്റ്റാണ് ഇരിങ്ങോൾക്കാവ്. നിന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതവിടുത്തെ പ്രത്യേകതകളൊക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് അങ്കമാലി പോയിട്ട് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണും വരെ വണക്കം.